അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. ചിക്കൻ എല്ലാം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ട് ചിക്കൻ തോരൻ വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വെല്ലുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക്, അതുപോലെ തന്നെ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ തലേ ദിവസത്തെ ചിക്കനെല്ലാം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രുചികരമായിട്ടുള്ള മറ്റൊരു ചിക്കൻ വിഭവമാണിത്, ചിക്കൻ തോരൻ. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെല്ലുള്ളി ഇതെല്ലാം ഒന്നിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അധികം ഇട്ട് വഴറ്റൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞാനിവിടെ ഒരു 1/4 ഭാഗം തക്കാളി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ചിക്കൻ ബാക്കിയുള്ളത് അതിനനുസരിച്ചാണ് സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പിച്ചി എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിലേക്ക് ഇത്തിരി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ തേങ്ങ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഐസ് പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില കൂടി തൂവിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ബാക്കി വന്ന ചിക്കൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.